എന്താ പേര്? നിരഞ്ജൻ. നിരഞ്ജൻ നല്ല പേരാണ് നിരഞ്ജൻ. നിന്നെ വിളിച്ച് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പെൺകുട്ടികൾക്കല്ല, ഇയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്നേ, ആ വന്നേ. ഇതെന്താ ഫാദർ, ഇവിടെ കുറേ ആളുകൾ ഈ മുന്തിരി നിറങ്ങളും ഇവരൊക്കെ കളർഫുൾ ആയിരിക്കുന്നത് എന്താ സാർ? ടീച്ചേഴ്സാണോ? അയ്യോ, ടീച്ചറെന്ന് വന്നേ. പക്ഷേ എനിക്ക് കൊതിയുണ്ട് കേട്ടോ ഇവിടെ പഠിക്കാൻ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ. അപ്പോൾ ഒരു ജനറൽ നോളജ് ക്വിസ് 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 അതിന് ക്വിസ് നടത്തിയ വേറെ കാശ് തരണം. ഒറ്റ ചോദ്യമേ ഉള്ളൂ ക്വിസിൽ, ഒരുപാട് ചോദ്യമൊന്നുമില്ല. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? ഡൽഹി. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ അറിഞ്ഞൂടെ? ന്യൂഡൽഹി. ന്യൂഡൽഹി. ഇപ്പം ന്യൂ ഓൾഡൊന്നും ഇല്ല. ഡൽഹി. എൻ്റെ സംശയം ഇവിടെ വല്ല ഫാസ്റ്റിങ്ങോ വ്രതമോ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ ഇപ്പോൾ? അല്ല, എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അല്ല, ഞാനേ ഇന്നലെ രാത്രി 3 മണിയായി ഉറങ്ങാൻ കിടന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് രാവിലെ അവിടുന്ന് ഇവിടെ വന്നു. ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാനിപ്പോൾ ചോദിച്ചത് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാ. ഇവരൊക്കെ പറയുന്നത് 3 ദിവസമായി പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ലാത്ത മനുഷ്യരെ പോലെ ഡൽഹി. നീ ഒരു കാര്യം ചെയ്യും, കാല് സ്ട്രൈറ്റ് ചേർത്ത് വയ്ക്കൂ. ടേക്ക് എ ലോങ് ബ്രീത്ത്. ഇനി ചത്തതുപോലെ ഡൽഹി അങ്ങനെയല്ല, തൊണ്ടയിൽ നിന്ന് ഏറ്റവും ബേസോടുകൂടി നല്ല ശബ്ദത്തിൽ 1 2 3 4 വായിച്ചേ. 1 2 3 4. ഡൽഹി. വായിക്കുക. ഡൽഹി is the capital of India. കുറച്ചുകൂടെ ഉറക്കെ വായിക്കുക. Delhi is the capital of India. ബോൾഡായിട്ട് വായിക്കുക. Delhi is the capital of India. ഗുഡ്. ഇനി കടലാസ് അടുത്ത് പിടിച്ച് മൈക്ക് അകറ്റി പിടിച്ച് വായിക്കും. 1 2 3 4. വായിച്ചോ 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 വായിച്ചോ. സമയമില്ല. തിരിച്ച് മൈക്ക് അടുത്ത കടലാസ് അകലെ. 1 2 3 4. Delhi is the capital of India. വെരി ഗുഡ്. ഇനി നിരഞ്ജൻ, ഇതൊരു റൊമാൻറ്റിക് പേരാണ് നിന്റെ. ഇത് ഈ സാധനം ഒരു വളരെ റൊമാൻറ്റിക്കായ ഒരു കവിത പോലെ വായിച്ച് ലയിച്ചു ചേർന്ന്, ആ കടലാസ് ലയിച്ചു ചേർന്ന് ഹൃദയം കൊണ്ട് വായിക്കൂ. 1 2 3 4. വായിച്ചോ വായിച്ചോ Delhi. വായിച്ചോ വായിച്ചോ വായിച്ചോ. Delhi is the capital of India. ഇതാണ് ഇപ്പോഴത്തെ പ്രണയം. Delhi is the capital of India. Okay. Delhi is the capital of India. Okay. Delhi is the capital of India. റൊമാൻറ്റിക്കായി വായിച്ചേ. 1 2 3 4. Delhi is the capital of India. അതെ, എന്താണ് റൊമാൻസ് എന്നറിയാനുള്ള പ്രായമായില്ല. ദാ ടീച്ചർ ഇഞ്ഞു വന്നേ. അതാ 1 2 3 4. Delhi is the capital of India. Delhi is the capital of India. കുറച്ചുകൂടെ ആവാം. Delhi is the capital of India. ടീച്ചറെ ഒന്ന് റൊമാൻറ്റിക്കായി. Come on, 1 2 3 4. ആ കടലാസിൽ ലയിച്ചൊരു കവിത പോലെ അങ്ങ് വായിച്ചോ ടീച്ചറെ. വായിച്ചോ 1 2 3 4. ടീച്ചർ വായിച്ചോ, ചുമ്മാ വായിച്ചോ. Delhi is the capital of India. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അല്ല, നീ കണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ പോരുത്. ഇങ്ങനെ പറഞ്ഞാലേ ആളുകൾക്ക് റൊമാൻറ്റിക് ആണ്. അല്ല, നീ പറയുമ്പോൾ ഡൽഹി ഇത്. അപ്പോൾ 3 പേരും കൂടെ ചേർന്ന് ഇനി ഐകമത്യം മഹാബലം എന്നല്ലേ, 3 പേരും കൂടെ ചേർന്ന് വായിച്ചേ. 1 2 3 4. Delhi is the capital of India. ഒന്നുകൂടെ. Delhi is the capital of ലാസ്റ്റ്. Delhi is the capital of India. താങ്ക് യു. സ്റ്റേ ബാക്ക്, പോണ്ട. എനിക്ക് ഭയങ്കര മറവിയാ. ഈ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അശ്വമേധം നടത്തുന്നുണ്ട് ഭയങ്കര ഓർമ്മയാണെന്ന്. എവിടെ? ഭയങ്കര മറവിയാ. ഈ നമ്മൾ വേറെ എന്തോ പറഞ്ഞുകൊണ്ട് വന്നില്ലായിരുന്നു ഇതിനു മുമ്പ്? എന്തോ അപകടം, നമ്മുടെ മനസ്സിൽ എന്തോ അപകടമുണ്ട്. ഉറക്കെ എന്താണ്? കറക്റ്റ് പറഞ്ഞു. മുൻധാരണ, പ്രിജുഡിസ് ഉണ്ടെങ്കിൽ നമ്മൾ തോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ പ്രിജുഡിസ് ഉണ്ടെങ്കിൽ തോക്കുമെന്നുള്ളത് ഞാൻ തെളിയിക്കണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? ശരിയാ. തെളിയിച്ച കാശ് തരാമെന്ന് ചോദിച്ചു. ഓന്ന് പറഞ്ഞു കാശ് തരാം. പിന്നെന്താ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്?
എന്നിട്ട് അത് മറന്നിട്ടാണ് ഇവരുടെ ജനറൽ നോളജ് പരിശോധിക്കാൻ പോയി. ഒന്നുകൂടെ വായിക്കാം. 1 2 3 4 ലാസ്റ്റ് 1 2 3 4 ഒരുമിച്ച് വായിച്ചോ. 1 2 3 4. Delhi is the capital of India. വെരി ഗുഡ്. 2 കുട്ടികൾ, ഒരു ടീച്ചർ. ഞാൻ എണ്ണി, നിങ്ങൾ എണ്ണിയോന്നറിയില്ല, ഞാൻ എണ്ണി. ആദ്യം 21 വരെ എണ്ണി നിർത്തിയിട്ടാണ് രണ്ടാമത് ഞാൻ ഈ കഴിഞ്ഞ കാര്യം ഓർമ്മിച്ചത്. പിന്നെ 2 തവണ കൂടെ വായിച്ചു. അപ്പോൾ 23 തവണ വായിച്ച ഒരു ചെറിയ വാചകം. ആദ്യത്തെ വാക്ക് എന്താ ടീച്ചറെ? ഫസ്റ്റ് വേർഡ് നോക്കൂ. സെക്കൻഡ് വേർഡ്, തേർഡ് വേർഡ്. ഞാൻ ഈ കടലാസിൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ല. 23 തവണ 2 കുട്ടികളും ഒരു ടീച്ചറും അടുത്തു പിടിച്ചും അകറ്റിപ്പിടിച്ചും ലയിച്ച് ചേർന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ കടലാസിൽ ലയിച്ച് വായിച്ചിട്ടും 23 തവണ വായിച്ചിട്ടും ഒരു തവണ പോലും ഞാൻ ഈ കടലാസിൽ എഴുതിയ ഒരു ചെറിയ വാചകം വായിച്ചില്ല. ഞാൻ ഈ കടലാസിൽ എഴുതിയിരുന്നത് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ 23 തവണ വായിച്ചിട്ട് ഒരു തവണ പോലും വായിക്കാൻ പറ്റാത്ത, വായിക്കാൻ അറിഞ്ഞൂടാത്തോടൊന്നും അല്ലല്ലോ. അല്ല, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമുക്കറിയാം. ഇതാണോ ഇയാൾ ചോദിക്കുന്ന ചോദ്യം? ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ഞങ്ങൾക്കറിയാം എന്ന ആ ഒരു മുൻധാരണ ഉണ്ടല്ലോ. കടലാസിൽ എഴുതിയിരുന്ന നേരെന്തെന്ന് ഒരു തവണ പോലും മനസ്സ് കൊടുക്കാതെ 23 തവണയും സ്വന്തം മനസ്സിൽ എഴുതിയ പ്രിജുഡിസ് മുൻധാരണ വായിച്ചുകൊണ്ടേ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ മുൻധാരണ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വാചകം പോലും നമുക്ക് വായിക്കാൻ കഴിയില്ല എന്നിരിക്കെ മുൻധാരണ നമ്മളെ ഒരുപാട് അപകടത്തിൽപ്പെടുത്തുമെന്ന എൻ്റെ വാദത്തെ ഇതിനേക്കാൾ സിമ്പിളായി ഞാൻ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? എനിക്ക് ക്ലാപ്പ് വേണ്ടെന്നേ, എനിക്ക് ക്ലാപ്പ് വേണ്ട. പകരം SKN840 എന്ന മഹത്തായ ഒരു കർമ്മയജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ കലാലയത്തിൽ ബദനിയിൽ ഒത്തുചേർന്ന ഈ ചിത്രശലഭങ്ങൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. അറിവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വികലമായ മുൻധാരണകൾ ഒഴിവാക്കി തീർത്തും സ്വതന്ത്രവും യുക്തിഭദ്രവും സാമൂഹ്യ ബോധം നിറഞ്ഞതുമായ മനസ്സോടെ ജീവിക്കുമെന്നും ജീവിതമാണ് ലഹരിയെന്ന് തിരിച്ചറിയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ഇനി അങ്ങ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും സ്നേഹം, ആശംസകൾ. നമ്മളൊക്കെ വല്ലാതെ കോമ്പറ്റീറ്റീവായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് തന്നെ, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രഷറും നിങ്ങൾക്ക് ലഹരി അല്ലെങ്കിൽ പല കാരണങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാക്കും. ചില കുട്ടികളൊക്കെ പരീക്ഷയെ പേടിച്ച് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കുറവൊന്നുമല്ല കേട്ടോ ഫാദർ. പരീക്ഷാ ഭയം കാരണം ഈ ഒന്നാമത് തോറ്റുപോകുമോ എന്നൊക്കെയുള്ള പേടി കാരണം ലഹരി ഉപയോഗിക്കുന്നവരുമുണ്ട്. ലോകം വീണുപോയവരുടെ തിരിച്ചുവരവിൻ്റേതാണ്, ജയിച്ചവരുടെ നാടൊന്നും അല്ല ലോകം. നമ്മൾ മലയാളികൾ എന്തായാലും അത് മനസ്സിലാക്കണം. കാരണം ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഉത്സവങ്ങളുണ്ട്. പിങ്ക് ഫെസ്റ്റിവൽ, പൊട്ടറ്റോ ഫെസ്റ്റിവൽ, പംകിൻ ഫെസ്റ്റിവൽ എന്നൊക്കെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയാൽ കാണാം. നോർവേയിൽ, സ്വീഡനിൽ, ഫിൻലാൻഡിൽ, ലക്സംബർഗിൽ പിങ്ക് ഫെസ്റ്റിവൽ ഉണ്ട്. ഈ ഫെസ്റ്റിവലൊക്കെ ജയത്തിനെ ആഘോഷിക്കാനാണ്. ദൈവം ജയിച്ചതിന് ഉത്സവം, രാജാവ് ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഉത്സവം, ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിൻ്റെ മേൽ നേടിയ വിജയത്തിന് ഉത്സവം, പ്രണയം വിജയിച്ചതിനാണ് പിങ്ക് ഫെസ്റ്റിവൽ ലക്സംബർഗിൽ. ലോകത്തിൽ ഒരു നാട്ടിൽ, ഒരു രാജ്യത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു ഭാഷയിൽ മാത്രമേ ഉത്സവത്തിൻ്റെ കൊടിയടയാളം വിജയമല്ലാതെയുള്ളൂ. ആ നാട്ടിലെ ജനതയ്ക്ക് തോറ്റുപോയവൻ്റെ മടങ്ങിവരവാണ് ഉത്സവം, വീണുപോകുന്നവരുടെ തിരിച്ചുവരവാണ് ഉത്സവം. ലഹരിയിൽ പെട്ടുപോകുന്നതല്ല, പെട്ടുകിടക്കുന്നതാണ് തെറ്റ്. കുതിച്ചും കുലച്ചും തിരികെ വരാൻ നിങ്ങൾക്ക് കഴിയണം. നമുക്കാർക്കും വീണുപോയവൻ്റെ തിരിച്ചുവരവ് ഉത്സവം തന്നെയാണ്. അതുകൊണ്ടാണ് ആ നാട് ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവ്വസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയമെന്ന് പാടിക്കൊണ്ട് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ്റെ പാദത്തപ്പാടെ തിരസ്കരിച്ച് പാതാളത്തിൽ വീണുപോയിട്ടും മനുഷ്യൻ്റെ മനസ്സിലേക്ക് മടങ്ങി വരുന്ന മഹാബലിയുടെ തിരിച്ചുവരവിനെ തങ്ങളുടെ ദേശീയോത്സവത്തിൻ്റെ കൊടിയടയാളമായി പ്രഖ്യാപിച്ചത് ആ ജനത ഞാനും നിങ്ങളുമാണ്, മലയാളികളാണ്. വീണുപോകുന്നത് സ്വാഭാവികം തന്നെ. 13 വർഷങ്ങൾക്ക് മുമ്പ് വരെ എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ശീലം. തിരികെ വരാൻ കഴിയുമ്പോഴാണ് അതിന് ചന്തവും സന്തോഷവും ഏറുന്നത്.
വിജയത്തിൻ്റെ പ്രഷറിൽ, മത്സരത്തിൻ്റെ പ്രഷറിലും നിങ്ങൾ ലഹരിക്ക് ഉടമകളാകണ്ട, അടിമകളുമാകണ്ട. ലോകത്തിലെ ആദ്യത്തെ മത്സരത്തിലെ 1-ാം സ്ഥാനക്കാരനു വേണ്ടി ഈ പ്രഭാതത്തിലെ എൻ്റെ വാക്കുകൾ സമർപ്പിക്കാം. ലോകത്തിലെ ആദ്യത്തെ 1-ാം സ്ഥാനക്കാരനാകാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ ലഹരി എന്തെന്ന് തിരിച്ചറിയും. യഥാർത്ഥ ലഹരി. ലോകത്തിലെ ആദ്യത്തെ മത്സരം നടന്നത് 5 പേർ തമ്മിലാണ്. പരസ്പരം വാശിയോടെ പിണഞ്ഞ് പൊരുതി മത്സരിച്ച 5 പേർ. ഒന്നാമനാര് എന്നറിയാനാണ്, ഏറ്റവും കേമനാരെന്നറിയാനാണ് മത്സരം. മുറിവുകൾ ഏൽപ്പിച്ചു തുടങ്ങി പരസ്പരം പിണഞ്ഞ്. അപ്പോൾ സാക്ഷാൽ ദൈവം ജൂറിയായി വന്നുവെന്ന് കഥ. കൃഷ്ണനോ ക്രിസ്തുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ ബുദ്ധനോ ജിനനോ സ്വരാഷ്ട്രനോ ശിഖനോ ആരുമാകട്ടെ, ഇല്ലെങ്കിൽ ഇതൊന്നുമല്ലാതാകട്ടെ, എന്തു പേരിട്ട് വിളിച്ചാലും നീതിബോധമെന്ന് നമുക്ക് ഉറപ്പുള്ള സത്യസാക്ഷി ജൂറിയായി എത്തി. ജൂറിയായി എത്തിയ ദൈവം ഈ 5 പേരോട്, ഈ 5 പേർ എന്നാൽ പഞ്ചപാണ്ഡവരൊന്നുമല്ല, ഈ 5 പേർ ഏറ്റവും വലിയ കേമനാരെന്നറിയാൻ മത്സരിച്ച ചരിത്രത്തിലെ ആദ്യത്തെ മത്സരത്തിലെ 5 പേർ ഈ 5 വിരലുകളായിരുന്നു എന്നാണ് കഥ. ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം പറഞ്ഞു, നിങ്ങൾ വഴക്കുകൂടി പിണങ്ങി മുറിയണ്ട പരസ്പരം. നിങ്ങളിൽ ആരാണ് ഒന്നാമനെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ കേമത്വം പറഞ്ഞിട്ട് പോകൂ പെട്ടെന്ന് എന്നായി. ആദ്യം വന്നത് പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ തമ്പാണ്, ലോകത്തിലെവിടെയും വിജയിയുടെ അടയാളം തംസപ്പാണ്, എന്നെ ഉയർത്തിക്കാട്ടുകയാണ്. ഒരു മനുഷ്യൻ തിരിച്ചറിയപ്പെടുന്നത് എന്നെ പതിപ്പിക്കുമ്പോൾ തമ്പ് ഇംപ്രഷനിലൂടെയാണ്. ഒരു കടലാസ് കഷണം ഞാൻ കൂടി ചേർന്ന് വേണം എടുക്കാൻ. മോസ്റ്റ് സപ്പോർട്ടീവ് ഫിംഗറാണ് ഞാൻ. ഇതിനെല്ലാം ഉപരി ഈ വിശ്വപ്രകൃതിയിൽ പിറന്നു വീഴുന്ന ഏതു മനുഷ്യക്കിടാവും അത് ഇങ്ങിവിടെ നാലാഞ്ചിറയിലോ മഠന്തരയിലോ ആകട്ടെ, മ്യാൻമാറിലുമാകട്ടെ, പിറന്നു വീഴുന്ന മനുഷ്യക്കിടാവ് ആദ്യം നുണയുന്നത് എന്നെയും കൂടിയാണ്. ഞാൻ മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. ഐ ആം ദ എംബോഡിമെൻറ്റ് ഓഫ് മദർഹുഡ് എന്ന തള്ളവിരലെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം പറഞ്ഞു കൊള്ളായിരിക്കെ. രണ്ടാമത് വന്നത് ചൂണ്ടുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ദുരധികാരത്തിൻ്റെ ദുശാസന രൂപങ്ങൾക്കെതിരെ ചൂണ്ടുന്ന വിരല, മാത്രമല്ല ലക്ഷ്യബോധത്തിൻ്റെ സെൻസ് ഓഫ് എയിമിൻ്റെ വിരല. വെടിവെക്കാൻ, അമ്പെയ്യാൻ, ക്യാരം കളിക്കാൻ ലക്ഷ്യം നിർണ്ണയിക്കുന്നത് ഞാൻ. ആജ്ഞാശക്തിയുള്ള ആജ്ഞാപിക്കുന്ന വിരലും ഞാൻ. സ്റ്റാൻഡപ്പ് എഴുന്നേക്കും. ഇയാളല്ല, മോനിരിക്കൂ. സ്റ്റാൻഡപ്പ് എഴുന്നേറ്റുള്ളൂ. ഇയാളിരിക്കൂ. ഇയാളോടല്ല പറഞ്ഞത്. സ്റ്റാൻഡപ്പ് ഇരിക്കൂ, പറയട്ടെ. സ്റ്റാൻഡപ്പ് ഇരിക്കടോ, സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാ. ആജ്ഞാശക്തിയുള്ള വിരൽ ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ലല്ലോ. വിരൽ ദൈവത്തിനോട് പറഞ്ഞ കാര്യം പറയല്ലേ. അപ്പോൾ ആജ്ഞാശക്തിയുള്ള വിരൽ ഞാനാണ്. ദൈവമേ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ ആജ്ഞാപിക്കുന്നത് ഞാനാ. ഈ വിരലുകൊണ്ട് ആരെങ്കിലും സ്റ്റാൻഡപ്പ് എന്ന് പറയില്ല. ദൈവം പറഞ്ഞു, ആയിക്കോട്ടെ കൊള്ളാം, നീ ഇരിക്കുക, അടുത്ത ആൾ വരട്ടെ എന്നായി. മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു, ചർച്ചയും തർക്കവും നമ്മൾ 24 ന്യൂസിലേതുപോലുള്ള കടുത്ത സംവാദമൊന്നും വേണ്ട, കണ്ടാലേ അറിയില്ല 5 പേരിൽ ഏറ്റവും തലപ്പൊക്കം എനിക്കാ. ഇതിൽ ഡിബേറ്റബിളേ അല്ല. ഞാൻ നായകൻ എപ്പോഴും മധ്യത്തിലാണ്, സഹായികളാണ് 2 വശങ്ങളിൽ. ഐ ആം ദ ഹീറോ. ദൈവം പറഞ്ഞു കൊള്ളാം, ഇരുന്നോ. 4-ാമത്തെ ആളിന് ചെറിയ നാണം, ഒരു കുഞ്ഞു നാണം. നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത് റൊമാൻറ്റിക്കായി പറയാൻ പറഞ്ഞപ്പോൾ ടീച്ചർ ചിരിയിരിച്ചില്ലേ, അതാണ് നാണം. അപ്പോൾ 4-ാമത്തെ വിരൽ നാണത്തോടെ വന്നിട്ട് പറഞ്ഞു, ദൈവമേ ആദ്യത്തെ 3 വിരൽ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ ശരിയാവണമെങ്കിൽ വിരലുണ്ടാവണമെങ്കിൽ കുട്ടികളുണ്ടാവണമെങ്കിൽ കെട്ടിയോളുണ്ടാവണമെങ്കിൽ വിവാഹം പ്രണയമൊക്കെ വേണ്ടേ, അപ്പോൾ ഒരു മോതിരം അണിയിക്കണ്ടേ, അതിന് ഞാൻ തന്നെ വേണം. ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിംഗർ, ഏറ്റവും പ്രണയാർദ്രമായ വിരൽ ഞാനാണ്. ദൈവം പറഞ്ഞു കൊള്ളാം, സംഗതി കൊള്ളാം, ഇരിക്കാൻ പറഞ്ഞു. 5-ാമത്തെ വിരലിലൊന്നും പറയാനില്ലല്ലോ. അവന്ന് പറഞ്ഞു, ദൈവമേ 1-ാമത്തെ വിരൽ വിജയിക്കുക, തർക്കമില്ല. 2-ാമത്തെ വിരലിന് ആജ്ഞാശക്തിയുണ്ട്, സംശയമില്ല. 3-ാമത്തെ വിരൽ നായകനാണ്, തീർച്ച. 4-ാമത്തെ വിരൽ പ്രണയമാണ്, ഉറപ്പല്ലേ. പക്ഷേ എനിക്കൊരു സംശയം. ദൈവത്തിന് ദേഷ്യം വന്നു. ഇനി എന്താണ് അതിൻ്റെ സംശയം? അന്ന് 5-ാം വിരൽ പറഞ്ഞു, വിജയിയാണ് എന്നുള്ള വിശ്വാസത്തിൽ ഈ 1-ാമത്തെ വിരൽ തെറ്റുകൾ ചെയ്യുമ്പോൾ, ആജ്ഞാശക്തിയുടെ അധീശത്വ ഭാവത്തിൽ ഈ 2-ാം വിരൽ ഏകാധിപതിയായി മാറുമ്പോൾ, നായകത്വത്തിൻ്റെ മൂഢചിന്തയിൽ ഈ 3-ാം വിരൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രണയചാബല്യങ്ങളിൽപ്പെട്ട് ഈ 4-ാം വിരൽ തളർന്നു പോകുമ്പോൾ, അങ്ങിവരോടെല്ലാം ക്ഷമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നാമനായി ഇങ്ങനെ ഏറ്റവും മുന്നിൽ നിന്ന് കൈകൂപ്പുമ്പോഴല്ലേ എന്നാണ് അന്ന് 5-ാമത്തെ വിരൽ ചോദിച്ചത്. അന്ന് ദൈവം വിധി എഴുതിയത് 5-ാം വിരലാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ്. അത് ഈ കൈകൂപ്പിയ വിനയം കൊണ്ടൊന്നുമല്ല, അതൊക്കെ വേണം. വിനയമൊക്കെ ഉള്ളിലുണ്ടാകുന്നത് പുറത്തുണ്ടാകുന്നത് നല്ലതാണ്. ചില ആളുകൾക്ക് ഉള്ളിലും പുറത്തും വിനയം കാണും, ചില ആളുകൾക്ക് ഉള്ളിൽ വിനയം കാണും, പുറത്ത് പ്രകടിപ്പിക്കാനൊന്നുമില്ല. എനിക്ക് വിനയം പ്രകടിപ്പിക്കാൻ തോന്നിയിട്ടില്ല, പലർക്കും പല രീതിയിൽ. ചില ആളുകൾ നേരെ തിരിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തുകാർ പുറത്ത് നല്ല വിനയമായിരിക്കും, എപ്പോൾ ഒന്നൊന്നൊക്കെ ചോദിക്കും, തിരിഞ്ഞു നിന്നാൽ വേറെ ഭാഷയിലായിരിക്കും പറയുന്നത്.
അപ്പോൾ അതുകൊണ്ടല്ല, വിനയം കൊണ്ടല്ല ദൈവം 5-ാം വിരലിന് 1-ാം സ്ഥാനം കൊടുത്തത്, മറിച്ച് പിന്നിലാക്കപ്പെട്ടു പോയ മറ്റ് 4 പേർക്കു വേണ്ടി എല്ലാം ഏറ്റെടുത്ത് അപരർക്കു വേണ്ടി മുന്നിൽ നിൽക്കാൻ കാണിച്ച ആർജവത്തിൻ്റെ പേരിലാണ് ചരിത്രത്തിലെ 5-ാം വിരൽ ഏറ്റവും ശ്രേഷ്ഠനായി മാറിയത് എന്നതാണ് പ്രാധാന്യം. അത്യാവശ്യം TRP ഉള്ള ന്യൂസ് പ്രോഗ്രാമുകളും മറ്റ് ഷോകളുമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റിങ്ങും ഒക്കെ നടത്തി കേരളത്തിലെ ഇതര ചാനലുകളെല്ലാം വാർത്താ റേറ്റിങ്ങിലും മാർക്കിലുമൊക്കെ ബഹുദൂരം പിന്നിലാക്കി മുൻപേറുന്ന 24 ന്യൂസിന് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ആളുകൾക്ക് കൊടുത്ത് കാശൊക്കെ കൊടുത്ത് ഇടയ്ക്ക് എന്നെ പോലുള്ള ആളുകളുടെ പ്രോഗ്രാമൊക്കെ വെച്ച് കുറച്ച് കാശ് ഞങ്ങൾക്കൊക്കെ തന്ന് അങ്ങ് മുന്നോട്ട് പോയാൽ മതി 4 വിരലുകളാകാൻ. പക്ഷേ സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകുന്ന, വേദനിക്കപ്പെട്ടു പോകുന്ന മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കാൻ 5-ാം വിരലായി മാറുക ഒരു മാധ്യമത്തിൻ്റെ ദൗത്യമാണ് എന്ന് തിരിച്ചറിയുന്ന 24-ൻ്റെ പദ്ധതിയാണ് SKN at 40 നടപ്പിലാക്കപ്പെടുന്നത് എന്ന് ഇവിടെ അറിയിക്കുന്നതിൽ സന്തോഷം. മലയാളത്തിലും തമിഴിലും ശ്രീലങ്കയിലും ഒക്കെ അശ്വമേധം 10-20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് തെലുങ്കിലും ഒരു അവസരം കിട്ടി. തെലുങ്കിലേക്ക് ചാനലിൽ കരാർ ഒപ്പിട്ട് ചെക്കൊക്കെ വാങ്ങിച്ച് മടങ്ങിപ്പോകാൻ നേരത്താണ് ആ ചാനലിൻ്റെ ചെയർമാൻ പറയുന്നത്, മിസ്റ്റർ പ്രദീപ്, യു വിൽ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് ഇൻ അനദർ 15 days ഇൻ ഹൈദരാബാദ്. പകച്ചുപോയി എൻ്റെ ബാല്യം. കാരണം 15 തെലുങ്കിൽ വാക്ക് പോലും അറിയില്ല. 15 ദിവസം കഴിഞ്ഞ് ഹൈദരാബാദിൽ തെലുങ്കിൽ അശ്വമേധം നടത്തണം. ചെക്ക് തിരിച്ചു കൊടുക്കാനും വയ്യ, ദാരിദ്ര്യം ഉണ്ടായിരുന്നു, കനത്ത തുകയുമാണ്. മാത്രമല്ല, ചെക്ക് ഒപ്പിട്ട് തന്ന ചെയർമാൻ ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, ജഗൻമോഹൻ റെഡ്ഡി. സാക്ഷി TV-യിലായിരുന്നു അശ്വമേധം തെലുങ്കിൽ. പിന്നെ ഈ ചെക്ക് കിട്ടിയാൽ എന്തും പഠിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഉള്ളതുകൊണ്ട് 15 ദിവസം കഴിഞ്ഞ് അവിടെ പോയി യേശുപകാര്യനായ പ്രാരംഭിച്ച് മുന്തുക്കന്നതിൽ പതാലകു നമസ്കരിച്ച് പ്രാരംഭിച്ചിട മനസ്സമ്പ്രദായം കാനി എന്നൊക്കെ പറഞ്ഞ് തെലുങ്കിൽ തന്നെ അശ്വമേധമൊക്കെ നടത്തി 10-300 എപ്പിസോഡ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ പോയപ്പോൾ ഒരു കവിതയാണ് ആദ്യം കേട്ടത്. ശ്രീശ്രീ എന്ന ശ്രീരംഗം ശ്രീനിവാസലു എന്ന തെലുങ്ക് കവിയുടെ 4 വരി. നേനു സൈതം പ്രപഞ്ചാഗ്നിക്ക് സൈതനൊക്കടി ആഹുതിച്ചാനു, നേനു സൈതം വിശ്വവൃഷ്ടിക്ക് അശ്രുവൊക്കടി താറപൂശാനു. വല്ല മനസ്സിലായ? എനിക്ക് വന്ന് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കിയപ്പോൾ കൊള്ളാം. ആഴം, ഗംഭീരം. 24 ഇവിടെ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസം തോട്ടണിൽ തുടങ്ങി. വടക്കോട്ട് പോകുന്നില്ലേ ഉള്ളൂ. 1001 സ്കൂളുകളിലേക്ക്. ശ്രീശ്രീയുടെ വരികൾക്ക് ഇതാണ് അർത്ഥം. പ്രപഞ്ചത്തിൽ ഇതാ ഒരു അഗ്നി പടരാൻ പോകുന്നു, നന്മയുടെ മഹത്തായ അഗ്നി. മുന്നോടിയായി സൈതനൊക്കടി ആഹുതിച്ചാനു, ഒരു മൺചേരാതെ ഒരു കൈവിളക്ക് ഞാൻ കൊളുത്തിക്കോട്ടെ. വിശ്വവൃഷ്ടിക്ക് അശ്രു ഒക്കടി താറ പോശാനു, പ്രപഞ്ചത്തിൽ ഇതാ പെയ്യാനിരിക്കുന്നു മനുഷ്യസ്നേഹത്തിൻ്റെ വലിയ മഴ. മുന്നോടിയായി അശ്രു ഒക്കടി താറ പോശാനു, ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിക്കോട്ടെ എന്നാണ്. 24 ന്യൂസ് ആദരണീയനായ ഗുരുസ്ഥാനീയൻ ശ്രീ SKNൻ്റെ നേതൃത്വത്തിൽ, SKN at 40 നേതൃത്വത്തിൽ 1001 വിദ്യാകേന്ദ്രങ്ങളിലൂടെ അറിവും ജീവിതവുമാണ് ലഹരി, അതാണ് ആനന്ദം എന്ന ആപ്തവാക്യമുയർത്തി കേരളത്തിൽ നടത്തി ആരംഭിച്ചു കഴിഞ്ഞ ഈ ഉജ്ജ്വലമായ അയനമുണ്ടല്ലോ, യാത്ര, അത് നാളുകളിൽ സൃഷ്ടിക്കും മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ അഗ്നികുണ്ഡങ്ങൾ എന്നെനിക്കുറപ്പ്. അതിന് മുന്നോടിയായി കൊളുത്തിവെച്ച ഒരു വെറും മൺചെരാത് മാത്രമാണ് ഈ പകലിൽ പറഞ്ഞ അധികരിച്ചു പോയ വാക്കുകൾ എന്നോർമ്മിപ്പിക്കട്ടെ. നാളെ ഈ യാത്ര സൃഷ്ടിക്കും, പെയ്യിക്കും. ഇരുണ്ട ആകാശത്തിൽ നിന്നും വെളിച്ചം വിതറുവാൻ കാർമേഘങ്ങളെ അലിയിച്ച് മാനവികതയുടെ മഹാമഴ എന്നും എനിക്കുറപ്പ്. അന്നാ മഴയിൽ നനയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ആശങ്ക കൊണ്ട് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിൻ്റെ ആവർത്തനങ്ങൾ ഉരച്ചൊഴുക്കിയ 2 തുള്ളി കണ്ണുനീർ മാത്രമാണ് നീണ്ടുപോയ ഈ വാക്കുകൾ എന്നോർമ്മിപ്പിക്കുന്നു. ഈ 24 ന്യൂസും ഈ യാത്രയും നാളുകളിൽ സൃഷ്ടിക്കാനിരിക്കുന്ന നേരിൻ്റെ അഗ്നിക്ക് എൻ്റെ വാക്കിൻ്റെ വിളക്കും മനുഷ്യസ്നേഹത്തിൻ്റെ മഹാമഴയ്ക്ക് എൻ്റെ കയ്യക്ഷരത്തിൻ്റെ കണ്ണുനീരും പകരം വച്ച് അടച്ചു വയ്ക്കുന്നു വാക്കിൻ്റെ പുസ്തകം സ്നേഹം. എക്സൈസ് കമ്മീഷണർ വിളിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കേണ്ട ഈ കഴിഞ്ഞ മിനിറ്റുകളിലൊക്കെ കാത്തിരിക്കുകയായിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് ആയിട്ടുള്ള ഷിബു PL സാർ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട അനുഭവങ്ങൾ, അത് വിമുക്തിയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഷിബു സാർ. ഷിബു സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. നല്ലൊരു സദ്യ കഴിച്ച പ്രതീതി അല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ ബഹുമാനപ്പെട്ട കമ്മീഷൻ ജോയിൻ ചെയ്തിട്ട്
അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകാനുള്ള ദിവസമായിരുന്നു ഇന്ന്. രാവിലെ 3 മീറ്റിങ്ങുകൾ മാറ്റി വെച്ചിട്ടാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 2 കാര്യം. കുഞ്ഞുനാളിൽ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, വായിക്കുവാൻ പഠിപ്പിച്ച പ്രിയപ്പെട്ട പ്രദീപ് സാർ പങ്കെടുക്കുന്ന ഒരു വേദി, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ചാനലിൻ്റെ ഉടമ നടത്തുന്ന ഒരു പ്രോഗ്രാം, നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ ഭാഗമാകുവാൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഞാനിവിടെ വന്നത്. നിങ്ങളുടെ മുഖത്ത് സൗന്ദര്യമുണ്ട്. പ്രദീപ് സാർ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. സുന്ദരികളെന്ന് പറഞ്ഞപ്പോൾ പ്രദീപ് സാർ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ചു. പക്ഷെ സുന്ദരന്മാരെന്ന് പറഞ്ഞപ്പോൾ കൈയടിയുടെ അളവ് കുറഞ്ഞു. ഇവിടെ 2 വിദ്യാർത്ഥികൾ സ്റ്റേജിൽ വന്നപ്പോൾ അവർക്ക് കിട്ടിയ കൈയടിയേക്കാൾ കൂടുതൽ കിട്ടിയത് നിങ്ങളുടെ അധ്യാപികയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി കൈയടിച്ചത് അധ്യാപികയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഞാനിവിടെ കണ്ടത്. നിങ്ങൾ ഈ ബോർഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ലഹരി എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമാണ്. അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ജ്യോതിർഗമയ എന്നാണ് അല്ലേ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി നമ്മുടെ മുന്നേ സഞ്ചരിക്കുന്ന ഒരു ചാനലാണ് 24. തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും സഹകരണവും 24-ന് എന്നും ഉണ്ടാകും. SKൻ്റെ 1ാമത്തെ യാത്രയിൽ കുറേ മേഖലകൾ സോർട്ട് ഔട്ട് ചെയ്ത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷനും അതുപോലെ തന്നെ മറ്റുള്ള വിവരങ്ങളും എക്സൈസ് വകുപ്പിന് കൈമാറി. തീർച്ചയായിട്ടും ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ എക്സൈസ് വകുപ്പിന് ചെയ്യാൻ സാധിച്ചു എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിൽ ഞാൻ അറിയിക്കുകയാണ്. നേരത്തെ പ്രദീപ് സാർ പറഞ്ഞ പോലെ ലഹരി ചീത്ത വാക്കല്ല, നല്ല വാക്കാണ്. നമ്മൾ വെറുക്കേണ്ടത് ലഹരി വസ്തുക്കളാണ്. അച്ഛനെ സ്നേഹിക്കുന്നത് ലഹരിയാണ്, അമ്മയെ സ്നേഹിക്കുന്നത് ലഹരിയാണ്, അധ്യാപകരെ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നത് ലഹരിയാണ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുക്കുന്നത് ലഹരിയാണ്. ഒരു ദിവസമെങ്കിലും ഒരു നേരം വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ലഹരിയാണ്. പാട്ട് കേൾക്കുന്നത് ലഹരിയാണ്, പ്രസംഗിക്കുന്നത് ലഹരിയാണ്, അക്ഷരം ലഹരിയാണ്, വായിക്കുന്നത് ലഹരിയാണ്, പഠിക്കുന്നതും ലഹരിയാണ്. ലഹരി വസ്തുക്കളല്ല നമ്മുടെ ലഹരി. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്ത് ജനിച്ച ഏറ്റവും പുണ്യം ചെയ്ത ജന്മമാണ് നിങ്ങളുടേത്. കാരണം ദൈവത്തിന് അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിങ്ങൾക്ക് ജനിക്കാൻ സാധിച്ചത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ആഹാരം കഴിക്കുവാനുള്ള അവസ്ഥ നിങ്ങളുടെ വീടുകളിലുണ്ട്. നിങ്ങൾ കൈകഴുകിക്കളയുന്ന എച്ചിൽ മാത്രം മതി പല രാജ്യങ്ങളിലെയും കുട്ടികൾക്ക് 1-2 ആഴ്ച സ്വന്തം ജീവൻ പിടിച്ചു നിർത്താൻ. നിങ്ങളെ സ്നേഹിക്കുവാൻ അച്ഛനും അമ്മയുമുണ്ട്, പഠിപ്പിക്കുവാൻ നല്ല കോളേജുകളുണ്ട്, പള്ളിക്കൂടങ്ങളുണ്ട്, നല്ല അധ്യാപകരുണ്ട്, നിങ്ങൾ ധരിക്കുവാൻ നല്ല വസ്ത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ നല്ല റോഡുകളുണ്ട്, നമുക്ക് നല്ല നേതാക്കന്മാരുണ്ട്, നല്ല അധ്യാപകരുണ്ട്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, ഇത്രത്തോളം പ്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ജന്മം ഒരു രാസലഹരിക്കും അടിയറവ് വയ്ക്കല്ലേ എന്ന് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കൈയെടുത്ത് കൂപ്പിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. അത്രത്തോളം ലഹരിക്ക് അടിമപ്പെട്ട ജനവിഭാഗത്തെ നേരിട്ട് കാണുന്ന ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. മക്കൾ പ്രതീക്ഷകളോടുകൂടി കോളേജുകളിലും സ്കൂളുകളിലും പോയിട്ട് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഡി അഡിക്ഷൻ സെന്ററിലും ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസും എക്സൈസും പിടിച്ചു എന്നറിയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് എക്സൈസ് ഓഫീസിലും ഡി അഡിക്ഷൻ സെന്ററിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങുന്ന ഒരമ്മയും അച്ഛനുമാകരുത് നിങ്ങളുടെ അച്ഛനും അമ്മയും. മക്കൾ ജീവിത വിജയങ്ങൾ നേടുമ്പോൾ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് ആദരിക്കുന്ന മുഹൂർത്തത്തിൽ ആ മകൻ അല്ലെങ്കിൽ മകൾ ഇതുപോലെ ഒരു പോഡിയത്തിന് മുന്നിൽ വന്നെന്ന് പറയണം,
എൻ്റെ ജീവിത വിജയങ്ങൾക്കെല്ലാം കാരണം എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ് എന്ന് പറയുന്ന മുഹൂർത്തം. ആ വേദിയിലിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണ്ണീർ, ആനന്ദത്തിൻ്റെ കണ്ണീർ. ആ കണ്ണീരിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജന്മത്തിൽ ഒരാളെയെങ്കിലും ലഹരിയുടെ വഴിയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സാധിച്ചാൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജന്മം പുണ്യജന്മം. അങ്ങനെയാണെങ്കിൽ 8 പേരെ മാറ്റിയെടുത്ത പ്രിയപ്പെട്ട പ്രദീപ് സാറിൻ്റെ ജന്മം പുണ്യജന്മം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി എന്താണ് ഈ പരിപാടി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളോട് ഏറ്റവും അടുത്ത് പറയാൻ കഴിയുന്നത് നിങ്ങൾ എന്നും കാണുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കായിരിക്കും. അത് മറ്റാരുമല്ല, ഫാദർ സാജൻ തോമസ് ആണ്. സാറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ 24-നെ റെപ്രസെൻ്റ് ചെയ്ത് ഇപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന ബ്യൂറോ എഡിറ്റർ ശ്രീ ഷഫീഖ്, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാർ, പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ്, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാരെ, നമുക്കറിയാം ജീവിതത്തെ എത്രമാത്രം ഗൗരവത്തോടുകൂടി എടുക്കണമെന്ന് പ്രിയപ്പെട്ട പ്രദീപ് സാറും പ്രിയപ്പെട്ട ഷിബു സാറും ആമുഖത്തിൽ പ്രിയപ്പെട്ട ബ്യൂറോ ചീഫും ഒക്കെ നമ്മോട് ആഹ്വാനം ചെയ്തു. ഈ സമൂഹം എത്ര ഗൗരവമായിട്ടാണ് യുവാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചനയും ഓർമ്മപ്പെടുത്തലുമാണത്. ഞാൻ എൻ്റെ ജീവിതത്തോട് ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുമ്പോഴും എൻ്റെ ചുറ്റിനും നിൽക്കുന്ന സമൂഹം ഒരു ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തിയായി എന്നെ കാണപ്പെടുന്നതിന് ഞാനെന്ന വ്യക്തിയിലൂടെ ഈ സമൂഹത്തിൻ്റെ നന്മകളുടെ പടികൾ ഓരോ ദിവസവും മുന്നിലോട്ട് ചവിട്ടിക്കയറി സമൂഹത്തിൽ ഞാൻ ബലപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെ സമൂഹത്തെയും ബലപ്പെടുത്തണമെന്നുള്ള ഉൾബോധ്യത്തിൽ ജീവിക്കുന്ന നന്മയുടെ കൂട്ടായ്മ ഇന്നും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് 24 ചാനലും പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറും ഒക്കെയും അവരുടെ ആ ഒരു മാധ്യമ ലോകത്തിനപ്പുറത്തേക്ക് ഈ നന്മയെ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ യുവത യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആഴമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഏറ്റവും ശക്തമായ അടയാളമായി അവരുടെ ഈ അവസരങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. ഇന്ന് ഈ കോളേജിനോട് ചേർന്ന് ഈ ജ്യോതിർഗമയ SKN40 അതിൻ്റെ എ കൈൻഡ് ഓഫ് സെക്കൻഡ് റൗണ്ട് നിങ്ങൾ നടത്തുന്നതിന് ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ, ബഥനിയുടെ ഈ കലാലയത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് 24നോടും ഫ്ലവേഴ്സ് ചാനലിനോടും വിശിഷ്യ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിനോടുമുള്ള ഞങ്ങളുടെ അഗൈതവുമായ നന്ദി സ്നേഹപൂർവ്വം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു അംഗീകാരത്തിൻ്റെ ഒരു സൂചനയും അടയാളവും കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹം, ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഏറെ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ഈ ക്യാമ്പസിനെ അടുത്തറിയുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അവസരോചിതമായി ഞങ്ങളുടെ കുട്ടികളെ ഈ മേഖലയിൽ പ്രബുദ്ധരാക്കാറുണ്ട്, അവരുടെ പേരൻസിനെ ഞങ്ങൾ പ്രബുദ്ധരാക്കാറുണ്ട്, ഞങ്ങളുടെ ഫാക്കൽറ്റിയെ ആ രീതിയിൽ ഞങ്ങൾ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. തീർച്ചയായിട്ടും 24നോടൊപ്പം ചേർന്ന് ഈ യജ്ഞത്തിൽ തീർച്ചയായിട്ടും ഇനിയുള്ള യാത്രകളിൽ ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് ഒരു വാക്കിന് വേണ്ടിയല്ല, ഉറപ്പായിട്ട് തന്നെ മനസ്സിൽ തട്ടി ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ആ ഉറപ്പ് നൽകുന്നു. ഇതിനോട് സഹകരിച്ച ഈ പ്രോഗ്രാം മംഗളമാക്കി നടത്തുന്നതിന് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. താങ്ക് യു ഫാദർ. നമ്മൾ ഒട്ടും ഒഫീഷ്യൽ ഇതില്ലാതെ തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ പരിപാടിയിൽ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പം ഫാദർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, എന്തുകൊണ്ട് നിങ്ങളുടെ കോളേജ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോളേജ് മാത്രമല്ല, അതായത് കേരളത്തിലെ 1001 കോളേജ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ജില്ലയിൽ 90ഓളം കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും കാണുക എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടി പറയാം. അതായത് ഇതിൻ്റെ ആദ്യഘട്ട ആലോചന, ഒരു വാർത്താ ചാനൽ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അതിനുണ്ടാകുന്ന ചിലവുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം ഞങ്ങളെല്ലാവരും ഈ റിപ്പോർട്ടേഴ്സും അതേപോലെ തന്നെ ന്യൂസുമായി ഇടപെടുന്ന ആളുകളാണ്. അപ്പം നമ്മളങ്ങനെ പുറത്തിറങ്ങി ഒരു പരിപാടി നടത്തണമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ആ മീറ്റിങ്ങിന് നടക്കുമ്പോൾ ശ്രീകണ്ഠ സാറുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞൊരൊറ്റ കാര്യമാണ്, ഞാൻ 40 വർഷത്തെ മാധ്യമ ജീവിതം പൂർത്തിയാക്കി, നമുക്ക് വേണമെങ്കിൽ വലിയ ഷോസ് റഹ്മാനെ കൊണ്ടൊന്ന് വലിയ ഷോസ് ചെയ്യിക്കാം, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ ഈ പരിപാടി കൊണ്ട് ഒരാളെങ്കിലും മാറിയാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്നാണ്. ആ സന്ദേശം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഏതായാലും
ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഔദ്യോഗികമായി ഇതിന് നന്ദി അറിയിക്കാൻ പ്രൊഫസർ ഡോക്ടർ ആൻഡ്രൂസ് മിൽട്ടൺ സാറിനെ, കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, സാറിനെ ക്ഷണിച്ചോളൂ. Rawat sir from 24 channel and Baumanapata director in charge HN Father Thomas John, Father Sergeant Thomas. അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, മയക്കമരുന്ന് മഹാവിപത്ത് ജ്യോതി ഗ്രമയ ഭാഗമായി നമുക്ക് ഒരു നല്ല ലഹരിയെക്കുറിച്ച് നല്ല ടാക്ക് കൊടുത്ത നമ്മുടെ പ്രദീപ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ഷിബു സാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് സാറ് കൂടെ ഒരു നല്ല ക്ലാസ് നമുക്ക് തന്നു. സാർക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ നമ്മുടെ കോളേജ് തിരഞ്ഞെടുത്തതിന് ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി they have selected our college. സോ നമ്മുടെ 24 ന്യൂസ് ചാനൽ അവർക്കും കൂടെ നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി പെർമിഷൻ തന്ന നമ്മുടെ ഡയറക്ടർ ഫാദർ ടൈറ്റസ് ജോൺ OIC in his absence and നമ്മുടെ ഡയറക്ടർ ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ ഫാദർ സാജൻ തോമസ് OIC രണ്ടുപേർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ പ്രോഗ്രാം മംഗളകരമാക്കിയ നമ്മുടെ ആൾ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്സ് ഇവരെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നത്. താങ്ക് യു ഒന്നോളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.